ഭാഗം 16. ഒറ്റയ്ക്കൊരു ജീവിതത്തെ നേരിടാൻ, ഒറ്റയ്ക്ക് ഒരു തൊഴിൽ പരിശീലനം നേടിയെടുക്കാൻ, ഒറ്റയ്ക്ക് ഒരു ജീവി സമൂഹത്തെ പരിരക്ഷിക്കാൻ, ഒറ്റയ്ക്ക് ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ ഞാൻ പഠിക്കുകയായിരുന്നു. അത് എന്തെങ്കിലും ധീരമായൊരു തീരുമാനത്തിൻ്റെ ഭാഗമൊന്നും ആയിരുന്നില്ല. പകരം തീർത്തും നിവൃത്തികേടുകൊണ്ട്. എല്ലുമുറിയെ പണി ചെയ്താൽ മാത്രമേ ദാഹത്തിന് ഇത്തിരി വെള്ളമെങ്കിലും കിട്ടൂ എന്ന് വെച്ചാൽ എല്ലുമുറിയല്ല, മരണം വരെയും പണിയെടുക്കാൻ ആരും തയ്യാർ. ആദ്യത്തെ 2 ദിവസം ഭീകരരൂപിയോടൊപ്പം പണികൾ ചെയ്തപ്പോൾ ആവർത്തിക്കുന്ന വേലകൾ, വെല്ലുവിളിക്ക് ഒന്നുമില്ല, വേഗം സ്വായത്തമാക്കാം എന്നൊരു ആത്മവിശ്വാസമായിരുന്നു എൻ്റെ മനസ്സ് നിറയെ. ആടിനെ കറക്കുന്നതും നടത്താൻ കൊണ്ടുപോകുന്നതും മാത്രമായിരുന്നു ഇത്തിരിയെങ്കിലും പരിശീലനം വേണ്ട 2 വേലകൾ. ബാക്കിയെല്ലാം ഏത് കണ്ണുപൊട്ടനും ചെയ്യാവുന്നത്. വേണ്ടത് ഇത്തിരി ആരോഗ്യം മാത്രം. അതായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ദിവസങ്ങൾ പിന്നിടും തോറും ആടുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ആടുവളർത്തലുമായി ബന്ധപ്പെട്ട്, ഒട്ടകങ്ങളുടെ ദിനചര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പുതിയ നിരവധി കാര്യങ്ങൾ സ്വയം പഠിക്കേണ്ടി വന്നു. സാഹചര്യമാണ് മനുഷ്യനെ എന്തിനും പ്രേരണനാക്കുന്നത്. ഒരു ദിവസം പതിവ് പോലെ ആടുകളെയും കൊണ്ട് നടക്കാനിറങ്ങിയതാണ്. ഞാൻ എത്തിയിട്ട് അപ്പോൾ ഏകദേശം ഒരാഴ്ചയായി കാണും. അത്രേ ആയിട്ടുള്ളൂ. അതിൽ ഒരാട് ഗർഭിണിയായിരുന്നു. നടക്കാനിറങ്ങിയപ്പോൾ മുതൽ അതിനൊരു മന്ദതയും ക്ഷീണവും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സൈനുവിനെ പോലെ ഗർഭാലസ്യം എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിനെ കൊണ്ടുപോകണോ എന്ന് അർബാബിനോട് ചോദിച്ചു. കൊണ്ടുപോയിക്കൊള്ളാൻ അർബാബ് തലയുമാട്ടി. ഏതാണ്ട് പാതി വഴിയിലെത്തിക്കാണും. ആട് വഴിയിൽ ഒരിടത്ത് മാറിക്കിടപ്പായി. ഞാൻ അങ്കലാപ്പോടെ അതിൻ്റെ അരികിൽ നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അത് അലയ്ക്കാനും പുളയ്ക്കാനും തുടങ്ങി. അപ്പോൾ മാത്രമേ അതിന് പ്രസവവേദന ആയിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞുള്ളൂ. വല്ല വിധത്തിലും അതിനെ നടത്തി മസ്രയിലെത്തിക്കാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കിയെങ്കിലും 2-4 ചുവട് നടന്ന ശേഷം അത് ആ മരുഭൂമിക്ക് നടുവിൽ വീണ് കിടന്നു. അതിനിടെ ബാക്കി ആടുകൾ ഏറെ മുന്നിലേക്ക് ഓടി അലഞ്ഞു തിരിയാൻ തുടങ്ങിയിരുന്നു. കൂട്ടം ചേർന്ന് നടക്കുന്ന അത്രയും നേരം ആടുകൾ അതിൻ്റെ ഒരു അടക്കം കാണിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് വഴിതെറ്റിപ്പോയാൽ, കൂട്ടം ശിഥിലമായി പോയാൽ തീർന്നു. പിന്നെ അവയ്ക്ക് അതിൻ്റെ ജന്മവാസന ഇളകും. 16,000 വർഷങ്ങളായി മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്ന ജീവിയാണെങ്കിലും തരം കിട്ടിയാൽ തൻ്റെ വന്യ സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരേയൊരു വളർത്തുമൃഗമാണ് കോലാടുകൾ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവറ്റകളെ കൂട്ടം വിടാതെയും വരി തെറ്റാതെയും നോക്കിക്കൊള്ളണമെന്നാണ് എൻ്റെ ഭീകരരൂപി എനിക്ക് ആദ്യ ദിവസം തന്ന കർശന നിർദ്ദേശങ്ങളിൽ ഒന്ന്. ഇപ്പോൾ നോക്കുമ്പോൾ 50 ആടുകൾ ഉള്ളത് 50 വഴിക്കായി കഴിഞ്ഞു. ഒരെണ്ണം വഴിയിൽ പ്രസവിക്കാനും കിടക്കുന്നു. ഞാൻ അന്നേരം അനുഭവിച്ച ഒരു മാനസിക വ്രത. അതിനെ അവിടെ വിട്ടേച്ച് ബാക്കിയുള്ളവയുടെ പിന്നാലെ പോകണമോ? ബാക്കിയുള്ളവ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങട്ടെ എന്ന് കരുതി പ്രസവിക്കാൻ കിടക്കുന്നതിൻ്റെ കൂടെ നിൽക്കണമോ? ഒടുവിൽ 99നെയും വിട്ട് ഒന്നിനെ അന്വേഷിച്ച് പുറപ്പെടുന്ന ഇടയൻ്റെ ഉപമ ഓർത്തുകൊണ്ട് പ്രസവിക്കാനായി കാത്തു കിടക്കുന്ന ആടിൻ്റെ അടുത്ത് നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരാടിൻ്റെ എന്നല്ല, ഒരു മൃഗത്തിൻ്റെയും പ്രസവം ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ രീതികൾ എനിക്കറിയില്ല. പ്രസവിക്കുമ്പോൾ എന്ത് സഹായമാണ് ഒരു മൃഗത്തിന് വേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ പശു, ആട്, പട്ടി, പൂച്ച എന്നിങ്ങനെ വളർത്തുമൃഗങ്ങൾ ഒന്നുമില്ല. അയൽവക്കങ്ങളിൽ ഒന്നും നോക്കാൻ പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വെറുതെ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോഴത്തെ എൻ്റെ നിയോഗം. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരാടിൻ്റെ തല എനിക്ക് കാണായി വന്നു. ഞാൻ പേടിയോടെയാണ് ആ വരവ് നോക്കി നിന്നത്. പതിയെ വേദനയുടെ സർവ്വതീയും വിഴുങ്ങി ആ കുട്ടി പുറത്തേക്ക് വീഴുമെന്നായപ്പോൾ ഞാൻ അറിയാതെ ഓടി മുന്നോട്ട് ചെന്ന് അതിനെ താങ്ങിപ്പിടിച്ചു. പക്ഷേ അതിൻ്റെ ദേഹത്തെ വഴുവഴുപ്പിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ കയ്യിൽ നിന്നും തെറിച്ച് അത് താഴേക്ക് തന്നെ വീണു. എവിടെ നിന്നോ ഒരു പഴയ അറിവ് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് മിന്നി. മാച്ച് നീക്കണം. ഞാൻ ആ ആട്ടിൻകുട്ടിയുടെ ദേഹത്തെയും മുഖത്തെയും മാച്ച് പതിയെ കൈകൊണ്ട് തുടച്ചു കളഞ്ഞു. എന്നേക്കാൾ ബോധവതിയായിരുന്നു അതിൻ്റെ അമ്മ. നിമിഷ നേരം കൊണ്ട് തള്ളയാട് അതിനെ കുളിപ്പിച്ച് ഒരുക്കി. ആടിൻ്റെ വളർച്ച എത്ര പെട്ടെന്നാണ്! അടുത്ത നിമിഷം ആ ആട്ടിൻകുട്ടി എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമം ആരംഭിക്കുകയും അത് അതിൽ വിജയിക്കുകയും ചെയ്തു. അത് പതിയെ അതിൻ്റെ അമ്മയുടെ മുലയിലേക്ക് നീങ്ങി. അതൊരു ആണാടായിരുന്നു എന്ന് ഞാൻ കണ്ടു. ആ നിമിഷം അതുവരെയുണ്ടായിരുന്ന എല്ലാ കെട്ടുകളെയും പൊട്ടിച്ച് മനസ്സ് നാട്ടിലേക്ക് കുതിറിയോടി. അതിൻ്റെ വേഗം പറഞ്ഞറിയിക്കവയ്യ. അത്രയും ദിവസം ഞാൻ മറന്നു കിടന്നതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടിയിരമ്പി ആർത്തു വന്നു. എൻ്റെ സൈന്യു ഗർഭിണിയാണ്. അവൾ ഏതു നിമിഷവും പ്രസവിക്കാം എന്ന അവസ്ഥയിലാണ് ഞാൻ നാടുവിട്ട് പോരുന്നത്. അവളെപ്പറ്റി പിന്നെ ഒന്നും ഞാൻ അറിഞ്ഞില്ല.
ഇതൊരു പക്ഷേ ഒരു ശുഭ സൂചനയാവാം. അള്ളാഹു എനിക്ക് നേരിട്ട് തന്നത് എൻ്റെ സൈന്യു, എൻ്റെ ഭാര്യ അവൾ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ കൊതിച്ചതുപോലെ ഒരാൺകുട്ടി. ആ വിശ്വാസത്തിൽ അപ്പോൾ പിറന്ന ആ ആട്ടിൻകുട്ടിക്ക് ഞാനൊരു പേരിട്ടു. എനിക്കൊരു മകൻ ജനിക്കുമ്പോൾ ഇടാനായി കാത്തുവെച്ചിരുന്ന പേര് നബീൽ. എൻ്റെ കൈയും കുപ്പായവും എല്ലാം മാച്ചിൻ്റെ വെള്ളവും ചോരയും കൊണ്ട് നനഞ്ഞ് കുതിർന്നിരുന്നു. എവിടെയാണ് ഒന്ന് കഴുകുക? ആടുകളില്ലാതെ മസ്രയിലേക്ക് ചെന്നാൽ അർബാബിൻ്റെ ചീത്തവിളി ഉറപ്പാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. എൻ്റെ കുപ്പായത്തിൽ തന്നെ ഞാൻ ആ അഴുക്കുകൾ തുടച്ചു. എന്നിട്ട് വേച്ച് അമ്മയുടെ മുല തേടി നീങ്ങുന്ന ആ സുന്ദരൻ കുട്ടിയെ ഞാൻ എൻ്റെ കയ്യിലെടുത്ത് ഉമ്മ വെച്ചു. എനിക്ക് അള്ളാഹു തന്ന സമ്മാനമാണ് നീ. എൻ്റെ പൊന്നുമോനെ, നീ സുഖമായിരിക്കുക. നബീലിനെ ഞാൻ പിടിച്ച് അതിൻ്റെ അമ്മയുടെ അരികിലെത്തിച്ചു. പിന്നെ പതിയെ അതിൻ്റെ മുഖം പിടിച്ച് അമ്മയുടെ അകിടിലേക്ക് വെച്ചു കൊടുത്തു. പെട്ടെന്ന് എന്തോ ഒരാഘാതത്തിൽ ഞാൻ ദൂരേക്ക് തെറിച്ചു വീണു. പ്രജ്ഞ ഉറഞ്ഞുപോയ ആദ്യത്തെ കുറച്ച് നിമിഷത്തിനു ശേഷം സുബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് അർബാബിൻ്റെ കടുത്ത ഒരു ചവിട്ടായിരുന്നു ആ ആഘാതമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. കത്തുന്ന കണ്ണുകളോടെ അയാൾ എന്നെ നോക്കി നിൽക്കുന്നു. അയാൾ ദൂരേക്ക് ചൂണ്ടി എന്തൊക്കെയോ അലറി. അർബാബ് കൈ ചൂണ്ടിയിടത്തേക്ക് ഞാൻ നോക്കി. ബാക്കി ആടുകൾ അവിടെ ചിന്നിച്ചിതറി അലഞ്ഞു നടക്കുകയായിരുന്നു. ഞാൻ ആട്, പ്രസവം, കുട്ടി, മാച്ച് എന്നിങ്ങനെ ചില വാക്കുകൾ പുലമ്പി. പക്ഷേ അർബാബ് അതൊന്നും കേൾക്കാനുള്ള സൗമനസ്യത്തിലായിരുന്നില്ല. അർബാബ് ദേഷ്യത്തോടെ മുന്നോട്ട് വന്ന് എൻ്റെ നബീലിനെ അവൻ്റെ അമ്മയുടെ മുലയിൽ നിന്ന് പിടിച്ചു മാറ്റി. പിന്നെ എൻ്റെ നിസ്സഹായാവസ്ഥയെയും ആ തള്ളയാടിൻ്റെ ദയനീയത മുറ്റിയ നോട്ടത്തെയും നിർദാക്ഷിണ്യം ഉപേക്ഷിച്ച് നബീലിനെ തോളത്തിട്ട് മസ്രയിലേക്ക് മടങ്ങി. ഞാൻ തള്ളയാടിനെ അവിടെ ഉപേക്ഷിച്ച് ബാക്കി ആടുകൾക്ക് പിന്നാലെ ഓടി. ഏറെ കഷ്ടപ്പെട്ട ശേഷം മാത്രമാണ് എനിക്കവയെ വല്ല വിധത്തിലും ഒന്ന് തടുത്തുകൂട്ടാൻ കഴിഞ്ഞത്. ഞാൻ അവറ്റുകളെയും കൊണ്ട് മസ്രയിലേക്ക് മടങ്ങുമ്പോൾ തള്ളയാടും നിസ്സഹായതയോടെ ഞങ്ങളെ അനുഗമിച്ചു. എനിക്കുള്ളത് ബാക്കി അർബാബ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊതിര തല്ലും കണക്കിന് ചീത്തവിളിയും കെട്ടി. അന്നത്തെ കുറ്റപത്രത്തിൽ 4 അപരാധങ്ങളായിരുന്നു അർബാബ് എനിക്കെതിരെ സമർപ്പിച്ചത്. 1. ഞാൻ കയ്യിലെയും കുപ്പായത്തിലെയും ചോരയും മാച്ചും കഴുകിക്കളയാൻ ഇത്തിരി വെള്ളമെടുക്കാൻ ശ്രമിച്ചു. 2. ആടുകളെയും കൊണ്ട് തിരികെ വരാൻ വൈകി. 3. ഒരാട് പ്രസവിക്കുന്നത് നോക്കി നിന്ന് സമയം കളഞ്ഞു. അതിൻ്റെ ആവശ്യം ഒട്ടുമേയില്ല. ആടിന് സമയമാകുമ്പോൾ സ്വയം പ്രസവിക്കാൻ അറിയാം. അതിന് മനുഷ്യ സഹായം ആവശ്യമില്ല. 4. അതായിരുന്നു ഏറ്റവും കടുത്ത അപരാധം. പിറന്നു വീണ ഒരാട്ടിൻകുട്ടിയെ അതിൻ്റെ അമ്മയുടെ മുല കുടിപ്പിക്കാൻ ശ്രമിച്ചു. ഇവിടെ ആട്ടിൻകുട്ടികൾക്ക് പാല് കറന്നാണ് കൊടുക്കുന്നത് എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ജനിച്ചു വീണ അന്നേരം പോലും മുലപ്പാൽ നേരിട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. പൊതിര ചീത്തവിളി, ഒരു ചവിട്ട്, 2-3 ബെൽറ്റടി, നിറയെ തുപ്പൽ, ഉച്ചയ്ക്ക് പട്ടിണി എന്നിവയായിരുന്നു അത്രയും കഷ്ടപ്പെട്ട് ആദ്യമായി ഒരാടിൻ്റെ പ്രസവം എടുത്തതിന് എനിക്ക് കിട്ടിയ സമ്മാനം. എന്നാലും എനിക്ക് തെല്ലും വിഷമം തോന്നിയില്ല, സങ്കടവും. എനിക്കുള്ള ശരിയായ പ്രതിഫലം അള്ളാഹു നാട്ടിൽ സൈനുവിനും മകനുമായി സമ്മാനിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ ശ്രമിച്ചു. അത്തരമൊരു വിശ്വാസം കൂടി എനിക്കിപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ